പ്രാർത്ഥനയ്ക്കായിട്ട് ഓരോരോ വീട്ടിൽ കയറി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു സ്ത്രീയുടെ മാല പൊട്ടിച്ച് ഓടിയ ഒരു പാസ്റ്റർ എന്ന് വിളിപ്പേരുള്ള ഷിബു നായരിനെ നിലവിൽ പോലീസ് പോക്കിയിട്ടുണ്ട്. അതിൽ സ്റ്റേഷനിലുള്ള വിഷ്വൽസും കാര്യങ്ങളെല്ലാം നിലവിൽ സോഷ്യൽ മീഡിയയിലുണ്ട്. ആ വിഷ്വൽസിനെ അവിടെ വയ്ക്കാം. പോലീസുകാർ പുള്ളിൻ്റെ അടുത്ത് എല്ലാവരെയും ഒന്ന് അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന രീതിയിലൊന്ന് പ്രാർത്ഥിക്കാൻ പറയണ്ടേ, നിങ്ങളതൊന്ന് കണ്ടു നോക്ക്. പ്രാർത്ഥിച്ച ആ സാധനം ഒന്ന് കാണിച്ചു, ശരിക്കും കാണിച്ചു. യേശുവിന്റെ നാമത്തിലുള്ള പ്രവർത്തനമല്ലേ. ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞത് യേശുവിന്റെ നാമത്തില യേശുവിന്റെ നാമത്തില ഇപ്പോൾ തന്നെ നിന്നെ വിടിവിക്കുവാൻ ശക്തനായവൻ യേശുവിന്റെ നാമത്തില ബൗട്ടാലിയ യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ബൗട്ടാലിയ അപ്പൊ കർത്താവിനുള്ളത് കർത്താവിന്, ഷിബുവിനുള്ളത് ഷിബുവിന്. അങ്ങനെയാണ് ഇപ്പൊ നിലവിൽ ഇങ്ങനെയുള്ള ഓരോരോ പാസ്റ്റർ എന്നുള്ള പേരിലും ഇങ്ങനെ വലിയ പ്രാർത്ഥന എന്നുള്ള പേരിലെ കുറേ പേര് ഇങ്ങനെ ആൾമാറാട്ടവും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ട് വരുന്നുണ്ട്. ഇതേപോലെയുള്ള മതം വിറ്റിട്ടും വിശ്വാസം വിറ്റിട്ടൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് ഇത് കാണുന്നവർ ഒരു കാര്യം ആലോചിച്ചാൽ മതി. കാരണം ഇങ്ങനെയുള്ളവന്മാർ എങ്ങനെയുള്ളവരാണ്, ഏതിൽ കൂടെ ഉള്ളവർ, എന്ത് ക്രിമിനൽ പശ്ചാത്തലമാണെന്ന് ഒന്നും അറിയില്ല. ഇങ്ങനെ വരുന്നവരെയൊക്കെ മാക്സിമം തള്ളി ഒതുക്കി വീട്ടിൽ അകത്ത് കയറ്റാത്ത ലെവലിൽ കൊണ്ടുപോയി നിൽക്കണം. അല്ലാതെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും വലിയ ഇത് കിട്ടും, ആനയാണ് ചക്കയാണ് കുതിരയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്ന കുറേ വീട്ടമ്മമാരും ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും കാര്യം ആലോചിക്കുക. എല്ലാവരും അവരൊരു പണിയെടുത്ത് ഉണ്ടാക്കിയാലേ വല്ലതും കിട്ടുള്ളൂ. അല്ലാതെ ഒരാളും ഒരു ദൈവവും ഇപ്പോൾ നിലവിൽ നമുക്ക് കൊണ്ടുവരാനില്ല.